പുഞ്ചിരി വിരിയും പോലെ മുഗ്രാൽ പുഴയിലൂടെ മന്ദം നീങ്ങുമീ തോണി പോലെ 89 കളിക്കൂട്ടുകാരുമാ കാലം കരുതി വെച്ചൊരദ്ഭുതയാത്രയിന്ന് സ്മരണകളാലെ നമ്മൾ തീർത്തൊരു യാത്രയിന്ന്. ചന്തവും ആസ്വദിച്ചങ്ങു നാം തുഴയുന്നു പതുക്കെ. സ്കൂൾ കാലത്തെ കഥകൾ ഓരോന്നായി പൂവിട്ടു വിരിയുന്നു നാവിലൊരോന്നായി. കുഴയൊഴുകും പോലെ പുഞ്ചലി വിരിയും പോലെ ബക്രാൽ പുഴയിലൂടെ മന്ദം നീങ്ങുമീ തോണി പോലെ 89 കളിക്കൂട്ടുകാരുമായി കാലം കരുതി വെച്ചൊരദ്ഭുതയാത്രയിന്ന് സ്മരണകളാലെ നമ്മൾ തീർത്തൊരു യാത്ര. പോയൊരു കൗമാരത്തിൻ തീരങ്ങളിൽ ചിരിച്ചും ചിരിപ്പിച്ചും നമ്മൾ ഒഴുകുന്നു. തിരികെ വരാത്തൊരാ മധുര സ്മരണകൾ ആഴക്കടലിലെ മുത്തുപോൽ കോർക്കുന്നു. ഓരോ ചിരിയിലും ഓരോ വാക്കിലും കേരളത്തിൽ 44 നദികളിൽപ്പെട്ട ഒരു നദിയാണ് മനോഹരമായ മുഗ്രാൽ പുഴ. ആ മുഗ്രാൽ പുഴയുടെ തീരത്ത് ഞങ്ങൾ SSLC ബാച്ച് 89-90 SSLC ചുള്ളന്മാർ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിലാ മുജീബ് അസീസ് എവിടെയാണ് ഇപ്പോ? യാസീന്റെ തള്ളും ഇങ്ങനെ സഹിച്ചോണ്ട് ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ തോണി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അസീസിന്റെ തുഴച്ചിലും യാസീന്റെ തള്ളും. ഇത് പെട്രോൾ ഒഴിക്കേണ്ടത്? മൂത്രം മുടിച്ചിട്ടല്ല എനിക്ക് മൊബൈൽ വന്നത് എന്തല്ലോ അല്ലേ? നമ്മള് ജന്മത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പാര പോയക്കരത്ത്. അപ്പൊ ഇത് പോയിട്ടില്ലേ കടലിലേക്ക് ടച്ച് അങ്ങ് പോയി. അതിന്റെ പേരാണ് അഴിമുഖം. അഴിമുഖം അഴിമുഖം പെർമിറ്റാ? ഞമ്മ ഈ പാറ ഒത്തിരി ഫോട്ടോ എടുക്കണ്ടേ? എടുക്കാം. പാറല്ല ചിലപ്പോ ആമയെങ്കിലും ഇത് മൊഗ്രാല്, ഇത് പുത്തൂർ, വേറെന്താ? അത് മൊഗ്രാൽ. ഇങ്ങോട്ട് ഇതാണ് ഏറ്റവും അധികം കുഴിയുള്ള സ്ഥലം ഇത് നെറ്റിക്കൊണ്ട്. പിന്നെ മുഗ്രാലത്തെ ബർമുഡ ട്രയാങ്കിള്, ബർമുഡ ട്രയാങ്കിൾ കുഴിയുണ്ട്. കാലം പോയി കളി കാലമായി നിനക്ക് റെസ്റ്റ് വേണ്ടേ? ഇനി ബയോട്ട് പോണ്ടേ? അതിന് കുറച്ച് ബടായിൽ വിട്ടിട്ട് വരാം, റെസ്റ്റും കിട്ടും. അതല്ല ആടെ ചായ കിട്ടോ?
വെള്ളം വരെ കിട്ടാതെ എന്ത് ഓട്ടാക്കുന്നേ എന്ത് ഓട്ട ആട് എന്ത് ഓട്ട ഓൾട്ടാക്കുന്നത് അജീതിന് റെസ്റ്റ് കൊടുക്കാം. റെസ്റ്റ് എടുക്കണം. അവിടെ നങ്കൂരിടാൻ പറ്റൂടെ? ഈ പാറ നിർത്തി മതിയാതാ നിങ്ങൾക്ക് റെസ്റ്റ് ഇട്ടിട്ട് ഇത് കാണ്ടാമൃഗല്ലേ? മോരിന്റെ ഇറച്ചി, മോരിന്റെ ഇറച്ചി, കാണ്ടാമൃഗല്ലേ? മൂരി കഴിച്ച് മോരിന്റെ ഇറച്ചി എന്നല്ലെങ്കിൽ അത് तेरा वादा ओ कसम ओ इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा जो कसम क्या इरादा. ഇതാണ് പഠിപ്പില്ലെങ്കിൽ എത്ര എത്ര അടുപ്പിച്ചിട്ട് തോണി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണ്ടേ? അവിടെ കുത്തുന്നിട്ട് എടുക്കറ ഇങ്ങനെ തോണിന്റെ ഫോട്ടോ തോണി നീങ്ങല്ലേ? നിങ്ങൾക്ക് അത്ര അറിയില്ല. അത് താക്കോലിട്ടില്ല. തോണീനാടെ കെട്ടി പിന്നെ അന്നെങ്കിൽ തോണി പോകാനാകോ? അതിന്റെ ഇരുമ്പ് ഇരുമ്പ് താത്തിനാണ്. ഇപ്പൊ നിങ്ങളല്ല കറക്റ്റ് ആണ് ക്യാമറ ഏതാണീ രാജാതി ഏതാണീ രാജാതി വലിയത് ജണ്ടിയില് വലിയ അതിശയമായ വിഷയമുണ്ട്. അൽഹംദുലില്ലാ അജീസ് തോണി ഇത്ര ക്ലിയർ ആയി ഓടുന്നില്ലേ? സൈക്കിൾ ചോട്ടാൻ അറിയില്ല, ബൈക്ക് ചോട്ടാൻ അറിയില്ല, സ്കൂട്ടി ചോട്ടാൻ അറിയില്ല, കാറ് ചോട്ടാൻ എന്തോ അറിയില്ല. ഇത് പറയാൻ വരാനല്ലേ രാജാതി? ഈ അടുത്ത പാട്ട് വരില്ല കൂട്ടാത്ത പാട്ട് ഈ സഹായത്തിന് എടുത്തും കൊണ്ട് അതിർപ്പൂ പുതുമാരൻ ഇതാ വാരുന്നേ മാരൻ ഇതാ വാരുന്നേ മംഗളത്തിൽ മധുകൾ പാടി പുതുനാരിയെ തേടി പാർമാല എടുത്തും കൊണ്ട് അതിർപ്പൂ പുതുമാരൻ ഇതാ വാരുന്നേ മാരൻ ഇതാ വാരുന്നേ. ഇതല്ല പുത്തൂർ പടിഞ്ഞാറ്, പുത്തൂർ പടിഞ്ഞാറ്. അങ്ങോട്ട് വളർത്തുന്ന അരുവിവരാത്തൊരു കാലത്തിൻ തീരത്ത് കനക കനവുകൾ കാത്തു നിന്നിടുന്നു. കൈകോർത്തു നടന്നൊരാ വിദ്യാലയമുറ്റത്തെ കൗമാരഗന്ധം കാറ്റിലലിയുന്നു. മൊഗ്രാൽ പുഴയോരം സാക്ഷിയായി നിൽക്കവേ മൊഴിയുന്നു നമ്മളെ സ്നേഹസംഹിത. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചൊവ്വയിലെത്തുന്നത്. എങ്ങനെയാണ് ചൊവ്വയിലത്തെ അനുഭവം? എങ്ങനെയാണ്? ആദ്യമായിട്ട് ഒരു വിചിത്ര ജീവിയെ കണ്ടാണ് ചൊവ്വ. അല്ല, ഇത് ബുധനാണോ ചൊവ്വയാണോ? എത്തിയത് ചൊവ്വ. ഇറങ്ങിയത് ബുധനാഴ്ച. ഞങ്ങളോ വായു എല്ലാം ഉണ്ടാ? ബാക്കിൽ പോയി. നാറ്റം വന്ന പൈസ റിട്ടേൺ. ആ ഇത് നോക്കിയല്ലേ? ഏതാ നിന്നെ അമ്പലമുണ്ടായി ഇവിടെ? ഇവിടെ അമ്പലമുണ്ടായ പിന്നെ ആ Chest number 29. Yes. Finally I reach Chowwa.
അങ്ങനെ മൂന്നാള് ചൊവ്വക്കെത്തി. ഒരാൾ ബുധനിൽ തന്നെ ഉണ്ട്. ഹലോ, കേൾക്കാമോ? ചൊവ്വയില് എന്തൊക്കെയാണ് സാധനങ്ങൾ അവിടെ? കടലുണ്ടോ? ചൊവ്വയില് കടലുണ്ടോ? റൌഫ് ആദ്യമായിട്ടാണല്ലേ? ഫസ്റ്റ് അല്ലേ തോണി യാത്ര നടത്തുന്നത്? ചൊവ്വയില് ഫസ്റ്റ്. എത്തിയത് ബുധനാഴ്ച. മനോഹരമായ അറബിക്കടൽ, നീണ്ട പരന്ന് പ്രവിശാലമായി കിടക്കുന്ന അറേബ്യൻ സമുദ്രം, ബഹ്റുൽ അറബിയ്യ. ഇവിടെ മനുഷ്യന്മാരുണ്ട്. അപ്പൊ കറണ്ട് ഉണ്ട്. ഫസ്റ്റ് ബൾബ് കണ്ടുപിടിച്ചാല് അല്ല ഫസ്റ്റ് അപ്പൊ ഇവിടെ കറണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ റൌഫിന് പണിയിട്ടൂടാ. ഭൂമിയുടെ 78% വെള്ളമാണ്. പുഴയൊഴുകിച്ചേരും അറബിക്കടലിൻ ഭംഗി പോലെ അലതല്ലി നിൽക്കുന്നു ഉള്ളിലെ സൗഹൃദലഹരി. ആടിയും പാടിയും പ്രകൃതി തൻ ചന്തം നുകർന്നു. ആ പഴയ സ്കൂൾ കഥകൾ വീണ്ടും ഒഴിഞ്ഞു. ചിരിയുടെ മാലപ്പടക്കം കൊളുത്തിന ചിന്തതൻ നീർച്ചുഴിയിൽ അലിയുന്നുമില്ലേ. തിരികെ വരാത്തൊരു കാലത്തിൻ തീരത്ത് കനകക്കനവുകൾ കാത്തുനി നീടുന്നു. കൈകോർത്തു നടന്നൊരു വിദ്യാലയമുറ്റത്ത് കൗമാരഗന്ധം കാറ്റിലലിയുന്നു. പുഴയോരം സാക്ഷിയാ